സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ വൊക്കാബുലറി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിലെ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പരീക്ഷകളിൽ PSC എക്സാമുകളിൽ ധാരാളമായി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് വൺ വേഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, റിലേറ്റഡ് ടു മാരേജ്. അപ്പം മാരേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വൺ വേഡ് ഏതാണ്? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു കല്യാണ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എന്തിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്? സാധാരണ കല്യാണം കഴിക്കണം എന്ന് ചിന്തയുള്ളവർ വീട്ടുകാരൊക്കെ എന്തിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്? മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം മാരേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിക്കുന്ന വൺ വേഡ് ആണ് മാട്രിമോണി. പഠിച്ചു വെച്ചോണം, റിലേറ്റഡ് ടു മാരേജ്, മാട്രിമോണി. അപ്പോൾ നമ്മൾ മാട്രിമോണിയിൽ കല്യാണമൊക്കെ ആവുന്ന സമയത്ത് മാട്രിമോണിയിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ റിലേറ്റഡ് ടു മാരേജ്, മാരേജുമായി ബന്ധപ്പെട്ട വൺ വേഡ് ആണ് എന്തെന്ന് പറയുന്നത്? മാട്രിമോണി. മറക്കൂലല്ലോ, റിലേറ്റഡ് ടു മാരേജ്, മാട്രിമോണി. അടുത്ത രണ്ടാമത് നോക്കിയേ, വൺ ഹു ബിലീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവവിശ്വാസി. ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? അപ്പോൾ ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ദൈവവിശ്വാസി എന്നതിന് പറയുന്ന വൺ വേഡ് ഏതാണ്? നോക്കിയോണം, നമ്മൾ ഈ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലൊക്കെ ആണെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, തീ വെച്ചുള്ള പരിപാടിയാണ്, അല്ലേ? അവിടെയെല്ലാം തീ വെച്ചുള്ള പരിപാടിയാണ്. വിളക്കാണെങ്കിലും മെഴുകുതിരിയാണെങ്കിലും എല്ലാം തീ വെച്ചുള്ള പരിപാടിയാണ്, അല്ലേ? അപ്പം നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും വിശ്വാസികൾ അമ്പലത്തിൽ പോകുമ്പോഴേക്ക് എന്ത് ചെയ്യാറുണ്ട്? വിളക്കൊക്കെ കൊളുത്താറുണ്ട്, അല്ലെങ്കിൽ മെഴുകുതിരി കൊളുത്താറുണ്ട്. തീ വെച്ചുള്ള പരിപാടിയാണ്, പഠിച്ചോണം. അപ്പം വൺ ഹു ബിലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് നോൺ ആസ് തീസ്റ്റ്. എന്തെന്ന് പഠിക്കാം? തീ വെച്ചുള്ള പരിപാടിയാണ് തീസ്റ്റ്. മറക്കൂലല്ലോ. അപ്പം വൺ ഹു ബിലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് നോൺ ആസ് തീസ്റ്റ്. ഇപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. ഇപ്പോൾ റിലേറ്റഡ് ടു മാരേജ്, മാരേജുമായി ബന്ധപ്പെട്ട വൺ വേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാട്രിമോണി. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പം കല്യാണം അല്ലെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യും, മാട്രിമോണി. രണ്ടാമത്തത് വൺ ഹു ബിലീവ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് നോൺ ആസ് തീസ്റ്റ്, അല്ലേ? ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് തീസ്റ്റ്. എന്നാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? വൺ ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ഗോഡ്, ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമില്ല എന്നത് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഇല്ലേ? ദൈവമില്ല എന്നതിന് പറയുന്ന പേരെന്താണ്? ഇല്ലേ? ദൈവത്തിന് എതിരാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു തീ വെച്ചുള്ള പരിപാടിയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം തീക്ക് എതിരാണ്. അപ്പം എത്തിസ്റ്റ്. എന്തെന്ന് പഠിക്കുക? എത്തിസ്റ്റ്, തീസ്റ്റ്, എത്തിസ്റ്റ്. അപ്പം എന്താണ് തീസ്റ്റ് എന്ന് ചോദിച്ചാൽ ബിലീവ് ഇൻ ഗോഡ്. എന്താണ് എത്തിസ്റ്റ് എന്ന് ചോദിച്ചാൽ നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തീസ്റ്റ് ആണെങ്കിൽ നിരീശ്വരവാദിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എത്തിസ്റ്റ്. 3 വാക്കുകൾ മറക്കൂലല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 2-3 വാക്കുകളാണ് നമ്മൾ ഈ പഠിച്ചത്. അടുത്ത് നോക്കിയേ, വൺ ഹു ബിലീവ് ഇൻ ദ പ്രസൻസ് ഓഫ്, അല്ലെങ്കിൽ വൺ ഹു ബിലീവ് ഇൻ വൺ ഗോഡ്. ഇപ്പം നമ്മൾ ദൈവവിശ്വാസിയെ കുറിച്ച് പറയുമ്പം തന്നെ ചില ആൾക്കാർ ഏകദൈവ വിശ്വാസികളായിരിക്കും, ചില ആൾക്കാർ ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? അപ്പം ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? അപ്പം നോക്കിക്കോണേ, നമ്മൾ ഹിന്ദുസിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മുക്കിൽ ദൈവങ്ങളാണ്, ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? ദൈവങ്ങളല്ലാണ്ട് ഇപ്പം മനുഷ്യ ദൈവങ്ങളുണ്ട്, ധാരാളം ദൈവങ്ങളുണ്ട്. അപ്പം ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അധികം ദൈവങ്ങളില്ല, മാതാവും ദൈവങ്ങളുടെ യേശു ക്രിസ്തു. മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ. ഇപ്പം ഏകദൈവ വിശ്വാസിക്ക് പറയുന്ന പേര്, ഇപ്പം ഹിന്ദുസിൽ തന്നെ കൃഷ്ണനെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ശിവനെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഏകദൈവ വിശ്വാസിക്ക് പറയുന്ന പേരാണ് മോണോതീസ്റ്റ്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ്, ഇല്ലേ? തീസ്റ്റ് വിശ്വാസി. ഇപ്പോൾ മോണോതീസ്റ്റ് ഏകദൈവ വിശ്വാസി. വൺ ഹു ബിലീവ് ഇൻ വൺ ഗോഡ് ഈസ് നോൺ ആസ് മോണോതീസ്റ്റ്. മറക്കില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ മെനി ഗോഡ് ആണെങ്കിലാ വൺ ഹു ബിലീവ്സ് അല്ലെങ്കിൽ ബിലീവ് ഇൻ മെനി ഗോഡ്, അല്ലെങ്കിൽ വൺ ഹു ബിലീവ്സ് ഇൻ മെനി ഗോഡ് ആണെങ്കിൽ പറയുന്ന പേരാണ് പോളിതീസ്റ്റ്. എന്തെന്ന് പറയുന്നു? പോളിതീസ്റ്റ്. പോളി എന്ന് പറഞ്ഞ ധാരാളം, തീസ്റ്റ് വിശ്വാസി. അപ്പം ബഹുദൈവ വിശ്വാസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പോളിതീസ്റ്റ്. ഒന്ന് പറഞ്ഞേ, എന്താണ് മാട്രിമോണി എന്ന് പറഞ്ഞാൽ?
റിലേറ്റഡ് ടു മാരേജ്. ഇപ്പൊ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി തീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചു, തീ വെച്ചുള്ള പരിപാടി എവിടെയാണ്? അമ്പലങ്ങളിലാണ്. അവിടെ ആരാണ് പോകുന്നത്? വിശ്വാസികളാണ്. അപ്പൊ തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ ഗോഡ്. എന്നാൽ ദൈവത്തിന് എതിരാണ്, തീസ്റ്റിന് എതിരായിട്ടുള്ള ആൾക്കാരാണ് എത്തിസ്റ്റുകൾ. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? എത്തിസ്റ്റ്. വൺ ഹു ബിലീവ് അല്ലെങ്കിൽ ഡു നോട്ട് ബിലീവ് ഇൻ എന്ത് ചെയ്യുന്നു? ഏത്? ഗോഡ്. അതേപോലെ മോണോതീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ബിലീവ് ഇൻ വൺ ഗോഡ്. മോണോതീസ്റ്റ് ബിലീവ് ഇൻ വൺ ഗോഡ്. ഇനി ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണെങ്കിലാ വൺ ഹു ബിലീവ്സ് ആണ്, ബിലീവ് അല്ല, ബിലീവ്സ് ഇൻ മെനി ഗോഡ്സ് ആണെങ്കിലോ കുട്ടികളെ ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പോളിതീസ്റ്റ്. ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് പോളിതീസ്റ്റ്. 5 വേർഡ് എന്നോടൊപ്പം ഉറച്ചു പറഞ്ഞു പഠിക്കുക, എന്നോടൊപ്പം തന്നെ പഠിച്ചു വരിക. ക്ലാസ് കഴിയുമ്പം ഈ പഠിക്കുന്ന വാക്കുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. അടുത്തത്, ചില ആൾക്കാർക്ക് മതം ഒരു ഭയങ്കര ഭ്രാന്താണ് അല്ലേ? ചില ആൾക്കാർ മതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ മതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേര്, മതഭ്രാന്തിന് പറയുന്ന പേരാണ് തിയോമാനിയ. എന്തെന്ന് പറയുന്നു? തിയോമാനിയ. മാനിയാക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ തീ വെച്ചുള്ള പരിപാടിയാണ് അമ്പലങ്ങളിലെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പേര് ചെയ്യുന്നോടെ അത് വളരെ ഭ്രാന്തായി കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് തിയോമാനിയ അല്ലേ? അതിന് പറയുന്ന പേര് തിയോമാനിയ. അപ്പൊ റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേരാണ് തിയോമാനിയ. എന്നാൽ ചില ആൾക്കാർക്ക് ദൈവത്തിനെയൊക്കെ പേടിയാണ്, ദൈവങ്ങളെയൊക്കെ പേടിയാണ്. അപ്പൊ ദൈവങ്ങളെ പേടിയുള്ളതിന് പറയുന്ന പേരെന്താണ്? ദൈവത്തെ പേടിക്കുന്നതിന് പറയുന്ന പേരെന്താണ് എന്ന് പറഞ്ഞാൽ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. അപ്പൊ തീ വെച്ചുള്ള പരിപാടി പേടിയാണ്, ദൈവത്തിനെ പറയുന്നതാണ് നമ്മൾ തീ വെച്ചുള്ള പരിപാടി എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ദൈവങ്ങളെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് തിയോഫോബിയ. എന്ത് ചെയ്യുന്നൂടെ? ഫിയർ അബൌട്ട് ഗോഡ് ഈസ് നോൺ ആസ് തിയോഫോബിയ. ദൈവങ്ങളെ പേടിക്കുന്നതിന് പറയുന്ന പേര് തിയോഫോബിയ. നമ്മൾ ഫോബിയാസ് മാത്രമായിട്ട് പിന്നീട് വൺ വേർഡിൽ പഠിക്കും. ഇതിൽ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള വാക്കുകളാണ് പറയുന്നത്. തിയോഫോബിയ ഒക്കെ നമ്മൾ ഫോബിയാസ് എല്ലാ ജീവജാലങ്ങളും കാര്യങ്ങളിലെ ഓരോന്നിലും നമുക്ക് പേടിയുള്ളതിന് മാത്രമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു വെച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് റിലീജിയസ് മാഡിനെസ്, മതഭ്രാന്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് തിയോമാനിയ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, ഹാവിങ് വൺ വൈഫ്. നമ്മൾ ഇന്ത്യയുടെ ഒക്കെ കൾച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കസ്റ്റം അല്ലെങ്കിൽ ശീലം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നോടെ ഒരാള് ഒരു ഭാര്യ എന്നതാണ് അല്ലേ? നമ്മൾ ലീഗലി വൺ മാരീഡ് ആണ് എന്ത് ചെയ്യും ഒരു ടൈമിൽ അലൗഡ് ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേരാണ് മോണോഗമി. എന്തെന്ന് പറയുന്നു? മോണോഗമി. ഒരു ഭാര്യയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? മോണോഗമി. ഹാവിങ് ഓൺലി വൺ വൈഫ് ഈസ് നോൺ ആസ് മോണോഗമി. എന്നാൽ 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേരെന്താണ്? 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേരെന്താണ്? ഇപ്പൊ ചിലർക്ക് 2 ഭാര്യമാര് വരും അല്ലേ? അപ്പൊ ലീഗലിയും കാണും, ചിലപ്പോൾ ഇല്ലീഗലായിട്ട് ഒരു ഭാര്യ. 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേരെന്താണ്? നിങ്ങൾ മറ്റേ നമ്മുടെ ഏത് സിനിമ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മീശ മാധവൻ സിനിമ കണ്ടിട്ടുണ്ടോ? പിള്ളേച്ചന്റെ ക്യാരക്ടർ ഓർത്താൽ മതി ഇല്ലേ? അപ്പൊ അതിൽ അദ്ദേഹത്തിന് 2 ഭാര്യയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേരാണ് ബൈഗമി. 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേര് ബൈഗമി. ഇപ്പൊ പറഞ്ഞ് ഹാവിങ് ഓൺലി വൺ വൈഫ് ഈസ് നോൺ ആസ് മോണോഗമി. ഹാവിങ് 2 വൈഫ്സ്. നോക്കിയാണ് കുട്ടികളെ, വൈഫിന്റെ പ്ലൂറൽ ഫോമിന് പറയുന്നതാണ് വൈഫ്സ് എന്ന് കേട്ടോ. ഇപ്പൊ 2 ഭാര്യ ഉള്ളതിന് പറയുന്ന പേര് ബൈഗമി. ആരോർത്താൽ മതി? പിള്ളേച്ചന് ഓർക്കുക. നോക്കിയാണല്ലോ. അടുത്ത് നോക്കിയേ, ചില ആൾക്കാർക്ക് 2ൽ കൂടുതൽ ഭാര്യമാര് കാണും അല്ലേ? ഹാവിങ് അല്ലെങ്കിൽ സെവറൽ വൈഫ്സ് അല്ലെങ്കിൽ മെനി വൈഫ്സ്, മോർ ദാൻ 2 വൈഫ്സ്. ഇത് ചെയ്യുന്നോടെ 2ൽ കൂടുതൽ ഭാര്യമാരുള്ളതിന് പറയുന്ന പേര്. നിങ്ങൾ കിളിച്ചുണ്ട മാമ്പഴങ്ങ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ഓർത്താൽ മതി അല്ലേ? അദ്ദേഹത്തിന് 2ൽ കൂടുതൽ ഭാര്യമാരാണ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? പോളിഗമി. അതിന് പറയുന്ന പേര് പോളിഗമി. പറഞ്ഞേ, മോണോഗമി 1 വൈഫ്, ബൈഗമി 2 വൈഫ്സ്, പോളിഗമി മോർ ദാൻ 2 വൈഫ്സ്. കിട്ടുമല്ലോ. ഇപ്പൊ റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേര് തിയോമാനിയ. അതുപോലെ ഒരു ഭാര്യയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേര് മോണോഗമി. 2 ഭാര്യയാണെങ്കിൽ ബൈഗമി, മോർ ദാൻ 2 വൈഫ്സ് ആണെങ്കിൽ പോളിഗമി. ഓക്കെ, അടുത്ത് നോക്കിയേ, 10ാമത്തെ വൺ വേർഡ് ആണ് മാരേജ് വിത്തിൻ വൺസ് ട്രൈബ്. നമ്മളെ പണ്ടത്തെ ശീലമാണ്, ഇപ്പോഴധികം ആൾക്കാർ കൊണ്ടു നടക്കാറില്ല. ഒരേ ട്രൈബിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാറുള്ളൂ, ഒരേ വർഗ്ഗങ്ങളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാറുള്ളൂ അല്ലേ? ഇപ്പൊ ഹിന്ദുസാണ്, ഹിന്ദുസിനെ കല്യാണം കഴിക്കാറുള്ളൂ. പിന്നെ അതേപോലെ ഹിന്ദുവില് നായരാണ്, അവരവരെ കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രമേ
എന്ത് ചെയ്യുന്നൂടെ അവരുടെ റിലീജിയൻ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് ബേസിൽ മാത്രമേ കല്യാണം കഴിക്കാറുള്ളൂ. അപ്പോൾ ഒരേ ട്രൈബിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? എൻഡോഗമി. എന്തെന്ന് പറയുന്നു? എൻഡോഗമി. ഒരേ ട്രൈബിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് എൻഡോഗമി. മാരേജ് വിത്തിൻ വൺസ് ട്രൈബ് ഈസ് നോൺ ആസ് എൻഡോഗമി. ഒന്ന് പറഞ്ഞേ, തിയോമാനിയ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? റിലീജിയസ് മാഡ്നെസ്. റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേര് തിയോമാനിയ ഇല്ലേ? ഒരു ഭാര്യയുള്ള അല്ലെങ്കിൽ രീതിക്ക് പറയുന്ന പേര് ഹാവിങ് വൺ വൈഫ് ആണെങ്കിൽ എന്നു പറയുന്നു മോണോഗമി. എന്നാൽ മോർ ദാൻ 2 വൈഫ്സ് പിള്ളേച്ചന് ഓർക്കുക എന്നു പറഞ്ഞു ബൈഗമി ഇല്ലേ? അതേപോലെ മോർ ദാൻ 1 വൈഫ് അല്ലെങ്കിൽ 2 വൈഫ്സ് ആണെങ്കിൽ ബൈഗമി, മോർ ദാൻ 2 വൈഫ്സ് ആണെങ്കിൽ എന്നു പറയുക പോളിഗമി ഇല്ലേ? 2ൽ കൂടുതൽ ഭാര്യമാരാണെങ്കിൽ അതിന് പറയുന്ന പേര് പോളിഗമി. ഇനി എന്താണ് എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ട്രൈബിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നു. മാരേജ് വിത്തിൻ വൺസ് ട്രൈബ്, അവരവരുടെ ട്രൈബുകളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നതിന് പറയുന്ന പേരാണ് എൻഡോഗമി. എന്നാൽ പുറത്തു നിന്നാണ് കല്യാണം കഴിക്കുന്നതാണെങ്കിലോ, ഔട്ട്സൈഡ് ദ ട്രൈബ് ആണെങ്കിലോ, മാരേജ് ഔട്ട്സൈഡ് ദ ട്രൈബ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സോഗമി. എന്തെന്ന് പറയുന്നു? എക്സോഗമി. അപ്പം മാരേജ് വിത്ത് വൺസ് ട്രൈബ് ആണെങ്കിൽ എൻഡോഗമി, ഔട്ട്സൈഡ് ദ ട്രൈബ് ആണെങ്കിൽ മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ് ആണെങ്കിൽ പറയുന്ന പേരാണ് എക്സോഗമി. എക്സോസ്മോസിസ്, അതേപോലെ എൻഡോസ്മോസിസ്, നിങ്ങളിത് കേട്ടിട്ടുണ്ടല്ലോ ബയോളജിയിലൊക്കെ. അതുപോലെ തന്നെയാണ് എൻഡോഗമി, എക്സോഗമി. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ, ഹാവിങ് സെവറൽ ഹസ്ബൻഡ്, ഒരടുക്ക് ഭർത്താവ്. ഒരു സ്ത്രീ അവർക്ക് ധാരാളം ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരെന്താണ്? അല്ലേ? പാഞ്ചാലി ഓർക്കുക അല്ലേ? ധാരാളം ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. എന്തെന്ന് പറയുന്നു? പോളിയാൻഡ്രി. സെവറൽ ഹസ്ബൻഡ് ഈസ് നോൺ ആസ് പോളിയാൻഡ്രി. പഠിച്ചു വെച്ചോണം. ധാരാളം ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. ഇപ്പൊ ധാരാളം ഭാര്യമാരാണെങ്കിലാ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മോർ ദാൻ 2 വൈഫ്സ് ആണെങ്കിൽ എന്ന് പറയുന്നു പോളിഗമി. എന്നാ ധാരാളം ഹസ്ബൻഡിന് പറയുന്ന പേരാണ്. ഉണ്ട്, ഹസ്ബൻഡ് ധാരാളം ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. പാഞ്ചാലി ഓർക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ, നോസ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ ഈ ബയോഡേറ്റയൊക്കെ എഴുതി കൊടുക്കുമല്ലോ കുട്ടികളെ, അത് ലാംഗ്വേജസ് നോൺ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാറുണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? നിങ്ങൾ എന്തൊക്കെ ഭാഷ എഴുതാറുണ്ട്? ലാംഗ്വേജസ് നോൺ എന്ന് എഴുതുമ്പം അതിനകത്ത് ഏതൊക്കെ ഭാഷകൾ എഴുതാറുണ്ട്? മലയാളം എഴുതാറുണ്ട്, ഇംഗ്ലീഷ് എഴുതാറുണ്ട്, ഹിന്ദി എഴുതാറുണ്ട്. കറക്റ്റാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ 3 ലാംഗ്വേജ് ആണ് നമ്മൾ എല്ലാവരും പൊതുവേ എഴുതി വയ്ക്കുന്നത്. ചില ആൾക്കാർ തമിഴും എഴുതാറുണ്ട്. ഇനി നമ്മൾ ഇന്നേ വരെ എടുത്തു പോയിട്ടും അവർ നമ്മളെ ബയോഡേറ്റയിൽ നോക്കിയിട്ട് നമുക്ക് ഹിന്ദി അറിയാമെന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലല്ല ഇൻ്റർവ്യൂ നടത്തുന്നത്, മലയാളത്തിൽ മാത്രമാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഹിന്ദിയിലാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. നമ്മൾ എന്തെന്ന് പറയും? അയ്യോ എന്ത് ചെയ്യുന്നു, നമുക്ക് ഹിന്ദി അറിയില്ല, അത് ആ കഫേയിൽ ആ ചേട്ടനാണ് എഴുതി വെച്ചത്, മലയാളം മാത്രമേ അറിയാറുള്ളൂ ഇല്ലേ? ഒരു ഭാഷ അറിയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മോണോലിംഗ്വൽ. എന്തെന്ന് പറയുന്നു? മോണോലിംഗ്വൽ. ലിംഗ്വൽ എന്ന് പറഞ്ഞ ഭാഷ അറിയുന്നു അല്ലേ? മോണോലിംഗ്വൽ. ഹാവിങ് അല്ലെങ്കിൽ നോസ് 1 ലാംഗ്വേജ് ഈസ് നോൺ ആസ് മോണോലിംഗ്വൽ. എന്നാൽ 2 ഭാഷ അറിയാമെങ്കിലാ നോസ് 2 ലാംഗ്വേജസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈലിംഗ്വൽ. എന്തെന്ന് പറയുന്നു? അതിന് പറയുന്ന പേരാണ് ബൈലിംഗ്വൽ. നോസ് 2 ലാംഗ്വേജ് ഈസ് നോൺ ആസ് ബൈലിംഗ്വൽ. അടുത്ത എന്നാൽ മോർ ദാൻ 2 ലാംഗ്വേജസ് ആണെങ്കിൽ 2ൽ കൂടുതൽ ഭാഷകൾ അറിയാമെങ്കിൽ അതിന് പറയുന്ന പേരാണ്, പറഞ്ഞു നോക്കിയേ ഏതായിരിക്കും? പോളിലിംഗ്വൽ എന്ന് പറയരുത്, അത് തെറ്റാണ്. പോളിഗ്ലോട്ട്. എന്തെന്ന് പറയുന്നു? എത്ര തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമോ? പോളിഗ്ലോട്ട്. എല്ലാ കുട്ടികളും പോളിലിംഗ്വൽ എഴുതി വയ്ക്കും. കാരണം നമ്മൾ മോണോഗമി, ബൈഗമി ഒക്കെ പഠിച്ചപ്പം പോളി വെച്ചിട്ട് പോളിലിംഗ്വൽ എന്ന് ചേർത്ത് കൊടുക്കും. സത്യത്തിൽ പോളിഗ്ലോട്ടാണ് ശരി. എന്തെന്ന് പറഞ്ഞു? നോസ് മോർ ദാൻ 2 ലാംഗ്വേജസ് ആണെങ്കിൽ പറയുന്ന പേര് പോളിഗ്ലോട്ട്. എന്തെന്ന് പറയുന്നു? പോളിഗ്ലോട്ട്. പറഞ്ഞു നോക്കിയേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5 പുതിയ 5 എണ്ണം കൂടെ പഠിച്ചു. 1 വേർഡ്. ഒന്നാമത്തത് മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ് ഈസ് നോൺ ആസ് എക്സോഗമി. എന്നാൽ ഇൻസൈഡ് ട്രൈബ് ആണെങ്കിൽ മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ് ഈസ് നോൺ ആസ് എൻഡോഗമി. എന്ത് ചെയ്യും? ഔട്ട്സൈഡ് ആണെങ്കിൽ എക്സോഗമി. ഹാവിങ് സെവറൽ ഹസ്ബൻഡ് ഈസ് നോൺ ആസ് പോളിയാൻഡ്രി. ഇനി നോസ് 1 ലാംഗ്വേജ് ആണെങ്കിൽ മോണോലിംഗ്വൽ. നോസ് 2 ലാംഗ്വേജസ് ആണെങ്കിൽ പറയുന്ന പേര് ബൈലിംഗ്വൽ. മോർ ദാൻ 2 ലാംഗ്വേജസ് ആണെങ്കിൽ പോളിഗ്ലോട്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ.
മാരേജ്, തിങ്കിങ് അബൌട്ട് മാരേജ് ആണെങ്കിൽ എന്തെന്ന് പറയുന്നു? നമ്മൾ ആദ്യം പഠിച്ചത് എന്തെന്ന് പറഞ്ഞു? കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എവിടെ രജിസ്റ്റർ ചെയ്യും? മാട്രിമോണി. രണ്ടാമത് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു? ദൈവവിശ്വാസി. ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരെന്താണ്? ഇപ്പൊ ദൈവവിശ്വാസി എന്ന് പറയുമ്പം തീ വെച്ചുള്ള പരിപാടിയാണ്. എന്തെന്ന് പറഞ്ഞു? തീസ്റ്റ്. എന്നാൽ നിരീശ്വരവാദിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് തീക്ക് എതിരാണ്. അപ്പൊ എത്തിസ്റ്റ്. എത്തിസ്റ്റ്. ഏക ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷ് പറഞ്ഞ പേരേതാണെന്ന് പറഞ്ഞു കുട്ടികളെ? മോണോ തീസ്റ്റ്. ബഹുദൈവ വിശ്വാസിയാണെങ്കിലാ, ബിലീവ് മോർ ഗോഡ്സ് ആണെങ്കിലാ എന്തെന്ന് പറയും? പോളിതീസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ റിലീജിയസ് മാഡ്നെസ്സിന് ഇംഗ്ലീഷ് പറയുന്ന പേരെന്താണ്? റിലീജിയസ് മാഡ്നെസ്സിന് പറഞ്ഞു നോക്കിയേ. എന്തെന്ന് പറഞ്ഞു? തിയോമാനിയ. തിയോമാനിയ. ഒരെണ്ണം ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നു. ദൈവത്തെ പേടിക്കുന്നതിന് പറയുന്ന പേര് ഫോബിയ വെച്ച് പറയാൻ പറഞ്ഞു. എന്തെന്ന് പറയും? തിയോഫോബിയ. ഇനി അതേപോലെ വൺ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞൂടെ? വൺ വൈഫിന് പറയുന്ന പേര്, ഹാവിങ് വൺ വൈഫ് ആണെങ്കിലാ മോണോഗമി എന്ന് പറഞ്ഞു. ഇനി രണ്ട് ഭാര്യമാരാണെങ്കിലാ കുട്ടികളെ എന്തെന്ന് പറയാം? ബൈഗമി. മോർ ദാൻ 2 വൈഫ്സ് ആണെങ്കിലാ പോളിഗമി. ഇനി മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ് ആണെങ്കിലാ എൻഡോഗമി. ഔട്ട്സൈഡ് ആണെങ്കിൽ എക്സോഗമി. സെവറൽ ഹസ്ബൻഡ് ആണെങ്കിൽ എന്തെന്ന് പറയാം? പോളിയാൻഡ്രി. എന്നോടൊപ്പം പറഞ്ഞോണോ കുറച്ച്? ഇനി നോസ് 1 ലാംഗ്വേജ് ആണെങ്കിൽ പറയുന്ന പേരാണ് മോണോലിംഗ്വല്. 2 ലാംഗ്വേജസ് ആണെങ്കിൽ ബൈലിംഗ്വല്. മോർ ദാൻ 2 ലാംഗ്വേജസ് അണ്ടർലൈൻ ഇട്ട് പഠിച്ചോണം. പോളിഗ്ലോട്ട്. മാറിപ്പോരുത്. പോളിഗ്ലോട്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ. വൺ ഹു ഹേറ്റ് വുമൺ. സ്ത്രീകളെ വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് എന്താണ്? സ്ത്രീകളെ വെറുക്കുന്നവർക്ക് പറയുന്ന പേരെന്താണ്? ചില ആൾക്കാർക്ക് സ്ത്രീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേരെന്താണ്? പറയുന്നതാണ് മിസോഗൈനിസ്റ്റ്. പറഞ്ഞു നോക്കിയേ. മിസോഗൈനിസ്റ്റ്. അല്ലേ? സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേരാണ് മിസോഗൈനിസ്റ്റ്. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ. വൺ ഹു ഈറ്റ്സ് ടൂ മച്ച്. അധികമായിട്ട് തിന്നുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? നിങ്ങൾ തീറ്ററപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിനെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം രാവിലെയൊക്കെ ഒരു 50 പൊറോട്ടയൊക്കെ തിന്നും. അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്ത്? അല്ലേ? നമ്മൾ 2 പൊറോട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതേന്നൂടെ 2 ദിവസം എടുത്താണ് വയറൊന്ന് തണിഞ്ഞു പോകുന്നത്. അദ്ദേഹം 50 പൊറോട്ടയൊക്കെ രാവിലെ ഇരുന്ന് കഴിക്കാറുണ്ട്. അല്ലേ? അപ്പൊ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക്, എപ്പോഴും തിന്നുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഗ്ലൂട്ടൺ. എന്തെന്ന് പറയുന്നു? ഗ്ലൂട്ടൺ. എന്തെന്ന് പറയാം? ഗ്ലൂട്ടൺ എന്നാണ് പറയുന്നത്. അല്ലേ? ഇപ്പൊ 2 വാക്കുകളൊന്ന് പറഞ്ഞേ. പുതിയതായിട്ട് പഠിച്ച 2 വാക്കുകള്. വൺ ഹു ഹേറ്റ് വുമൺ. എന്തെയ്യുന്നൂടെ? സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേര്, വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വൺ ഹു ഹേറ്റ്സ്. ഹേറ്റ്സ് വുമൺ ഈസ് നോൺ ആസ് എന്തെന്ന് പറയുന്നു? മിസോഗൈനിസ്റ്റ്. ഇനി അടുത്ത വൺ ഹു ഈറ്റ്സ് ടൂ മച്ച് ഈസ് നോൺ ആസ് എന്തെന്ന് പറയുന്നു? ഗ്ലൂട്ടൺ. അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഗ്ലൂട്ടൺ. അടുത്ത് നോക്കിയേ. 18ാമത്തെ വൺ വേർഡ് ആണ് വൺ ഹു ബിട്രേ വൺസ് കൺട്രി. നമ്മളെ രാജ്യത്തെയൊക്കെ ചതിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് രാജ്യദ്രോഹി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ പറയും. അപ്പൊ രാജ്യദ്രോഹിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ട്രൈറ്റർ. എന്തെന്ന് പറയുന്നു കുട്ടികളെ? ട്രൈറ്റർ എന്ന് പറയുന്നു. അപ്പൊ ട്രൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ ഹു ബിട്രേ വൺസ് കൺട്രി. നമ്മുടെ സ്വന്തം രാജ്യത്തെയൊക്കെ വഞ്ചിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ട്രൈറ്റർ. അപ്പൊ 3 വാക്കുകൾ പറഞ്ഞേ. മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ഹേറ്റ്സ് വുമൺ. ഈറ്റ്സ് ടൂ മച്ച് ആണെങ്കിൽ പറയുന്ന പേര് ഗ്ലൂട്ടൺ. ബിട്രേ വൺസ് കൺട്രി ഈസ് നോൺ ആസ് എ ട്രൈറ്റർ. ഓക്കെ. അടുത്ത് നോക്കിയേ. വൺ ഹു ലവ്സ് ബുക്ക്. ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേര്, നമുക്ക് ബുക്കിനെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? പുസ്തകപ്പുഴു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത്തരം ആൾക്കാർക്ക് പറയുന്ന പേരാണ് ബിബ്ലിയോഫൈല്. ബൈബിൾ ഒരു പുസ്തകമല്ലേ കുട്ടികളെ? ബൈബിൾ ഒരു പുസ്തകമല്ലേ? ബൈബിൾ ഇഷ്ടപ്പെടുന്നു. ബിബ്ലിയോഫൈല്. പറഞ്ഞോ? ബിബ്ലിയോഫൈല്. വൺ ഹു ലവ്സ് ബുക്സ് ഈസ് നോൺ ആസ് എ ബിബ്ലിയോഫൈല്. എന്നാൽ പുസ്തകങ്ങളെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ആ കാറ്റഗറിയിൽ വരും. പുസ്തകം എടുക്കുമ്പോൾ അല്ലോ പേടിയാവുന്നു എന്ന് പറയും അല്ലേ? പുസ്തകങ്ങളെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ബിബ്ലിയോഫോബിയ എന്നാണ് പറയുന്നത് കേട്ടോ. ബിബ്ലിയോഫോബിയ. നമ്മൾ ഫോബിയാസ് സെപ്പറേറ്റ് പഠിക്കുക, അതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പൊ പുസ്തകങ്ങളെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് ബിബ്ലിയോഫോബിയ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞത് വൺ ഹു ലവ്സ് ബുക്സ് ഈസ് നോൺ ആസ് ബിബ്ലിയോഫൈല്. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ. 20ാമത്തത് വൺ ഹു വേസ്റ്റ് മണി. പൈസ ഇങ്ങനെ ചുമ്മാ ചെലവഴിച്ച് കളയുന്ന ആൾക്കാർ, പൈസ ധൂർത്തടിച്ച് കളയുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പ്രൊഡീഗൽ. എന്തെന്ന് പറയുന്നു? പ്രൊഡീഗൽ. നിങ്ങൾ ജൂനിയർ മാൻഡ്രേക്ക് സിനിമ കണ്ടിട്ടുണ്ടോ? ജൂനിയർ മാൻഡ്രേക്ക്. അതിനകത്ത് ജഗതിയുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടോ? ആ മാൻഡ്രേക്കിന്റെ പ്രതിമയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് വൈര്യക്കല്ല് കിട്ടുമ്പോഴത്തേക്കും രണ്ടാമത് അദ്ദേഹം വരുന്ന ഒരു വരവുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കില്ല?
ഒരു 2 രൂപ സോഡയ്ക്ക് 100 രൂപ കൊടുത്തിട്ട് വാങ്ങാതെ പോകുന്നു. ബാക്കി അതിന് പറയുന്ന പേരാണ് പ്രൊഡീഗൽ. എന്തെന്ന് പറയുന്നു? പ്രൊഡീഗൽ. പറഞ്ഞേ 5 വാക്കുകൾ, പുതിയതായി പഠിച്ച 5 വാക്കുകൾ എന്ന് പറഞ്ഞേ. മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? വൺ ഹു ഹെയ്റ്റ്സ് വുമൺ ഈസ് നോൺ ആസ് എ മിസോഗൈനിസ്റ്റ്. ഇനി ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഈറ്റ്സ് ടു മച്ച്. നിങ്ങൾ വലിയ സെന്റൻസ് ആയിട്ടൊന്നും പഠിക്കണ്ട, എൻ്റെ പ്രധാനപ്പെട്ട കാര്യം മാത്രം പഠിച്ചു പോയാൽ മതി. ഈറ്റ്സ് ടു മച്ച് ഈസ് നോൺ ആസ് എ ഗ്ലൂട്ടൺ. ഇനി ട്രൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ബിട്രേ അവർ ഓൺ കൺട്രി. നമ്മുടെ രാജ്യത്തെ ചതിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ട്രൈറ്റർ. ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ലവ്സ് ബുക്സ് ഈസ് നോൺ ആസ് ബിബ്ലിയോഫൈൽ. ഇനി പ്രൊഡീഗൽ എന്താണെന്ന് പറഞ്ഞു? നമ്മൾ ജഗതിനെ ഓർക്കുക. ജൂനിയർ മാൻഡ്രേക്കിലെ ജഗതി, കാറിൽ വന്നിറങ്ങുന്ന ജഗതി. പ്രൊഡീഗൽ മീൻസ് വേസ്റ്റ് മണി, പൈസ ദൂർത്തടിച്ച് കളയുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പ്രൊഡീഗൽ. ഓക്കെ ആണല്ലോ? 5 വാക്കുകൾ. അടുത്ത വാക്കുകൾ നോക്കിയേ. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്. കുട്ടികളെ, ബ്രഹ്മചര്യ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സെലിബസി. എന്തെന്ന് പറയുന്നു? സെലിബസി, ബ്രഹ്മചര്യം എന്ന അർത്ഥത്തിൽ പറയുന്നു കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫ് ഈസ് നോൺ ആസ് എ സെലിബസി. ഇപ്പൊ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് സെലിബസി എന്നാണ് പറയുന്നത് കേട്ടോ. സെലിബസി. എന്നാൽ അടുത്താണെങ്കിലോ എന്താന്ന് പറയുന്നു? സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, ഭാഷയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഫിലോളജി. എന്തെന്ന് പറയുന്നു? ഫിലോളജി. അപ്പൊ നമ്മൾ സ്റ്റഡീസ് കുറെ പഠിക്കും, അതും 1 വേർഡാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കും. ഓരോന്നിനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖകൾ നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞത് ഭാഷയെ കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന 1 വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫിലോളജി. ഫിലോളജി മീൻസ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പൊ സെലിബസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫ്. സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫ്. കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ജീവിതത്തിന് പറയുന്നത്. ഇപ്പൊ അബ്ദുൽ കലാമിന്റെ ജീവിതം എന്ന് പറയുന്നത് അൺമാരീഡ് ലൈഫാണ് അല്ലേ? അപ്പൊ അദ്ദേഹത്തെ സെലിബസി എന്ന് പറയാം അല്ലേ? സെലിബസി എന്ന് പറയാം. നമ്മുടെ നാട്ടിലൊന്നും ആരെയും പറയാൻ പറ്റൂല. അപ്പൊ സെലിബസി. ഓക്കെ ആണല്ലോ? അപ്പൊ സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫ് ഈസ് നോൺ ആസ് എ സെലിബസി. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് എ ഫിലോളജി. അടുത്ത് നോക്കിയേ. സംതിങ് റിട്ടൺ ബൈ ഹാൻഡ്. കുട്ടികളെ, ഇപ്പൊ പുതിയൊരു ഇടയ്ക്കൊരു പുസ്തകം ഇറങ്ങിയിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് തന്നെ ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. പുസ്തകത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. ഇപ്പൊ കറണ്ട് അഫെയർ ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നൂടെ? അപ്പൊ ആദ്യത്തെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ അദ്ദേഹം എഴുതി ആ പുസ്തകം അതേ കൈപ്പടയിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇല്ലേ? സംതിങ് റിട്ടൺ ബൈ ഹാൻഡ്. നമ്മൾ കൈകൊണ്ട് എഴുതി കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സംതിങ് റിട്ടൺ ബൈ ഹാൻഡ്, അതിന് പറയുന്ന പേരാണ് മാനുസ്ക്രിപ്റ്റ്. എന്തെന്ന് പറയുന്നു? മാനുസ്ക്രിപ്റ്റ്. നമ്മൾ സ്ക്രിപ്റ്റ് മാൻ എഴുതുന്നു എന്ന് ഓർക്കാം. സ്ക്രിപ്റ്റ്, നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ്, മാൻ ആണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ കൈകൊണ്ടല്ലേ എഴുതുന്നത്? മാനുസ്ക്രിപ്റ്റ്. ഇപ്പൊ സംതിങ് റിട്ടൺ ബൈ ഹാൻഡ് ഈസ് നോൺ ആസ് മാനുസ്ക്രിപ്റ്റ്. മാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു, മാനുസ്ക്രിപ്റ്റ്. കിട്ടുമല്ലോ പിള്ളേരെ? ഇപ്പൊ പുതിയ 3 വാക്കുകൾ പറഞ്ഞു നോക്കിയേ. എന്തെന്ന് പറഞ്ഞു? സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് ഈസ് നോൺ ആസ് സെലിബസി. സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഫിലോളജി. സംതിങ് റിട്ടൺ ബൈ ഹാൻഡ് ഈസ് നോൺ ആസ് മാനുസ്ക്രിപ്റ്റ്. അടുത്ത് നോക്കിയേ. അടുത്ത് സംതിങ് ഡൺ ഇൻ എ ഫ്രണ്ട്ലി മാനർ. നമ്മൾ സൗഹൃദപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അതിന് പറയുന്ന 1 വേർഡ് എന്താണ്? അതിന് പറയുന്ന 1 വേർഡ് ആണ് അമിക്കബിൾ. എന്തെന്ന് പറയുന്നു? അമിക്കബിൾ. സംതിങ് ഡൺ ബൈ ഫ്രണ്ട്ലി മാനർ ഈസ് നോൺ ആസ് അമിക്കബിൾ. ഇനി അമിയബിൾ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി എന്നാണ് കേട്ടോ. അമിയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി പേഴ്സൺ എന്നാണ്. അമിയബിളിന്റെ സിനോണിമാണ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കേട്ടോ. എന്നാ ബോസം ഫ്രണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇഡിയോണ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ് കേട്ടോ. ബോസം ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ്, അതൊരു ഇഡിയോണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് സംതിങ് ഡൺ ബൈ ഫ്രണ്ട്ലി മാനർ, സൗഹൃദപരമായിട്ട് ഓരോന്ന് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അമിക്കബിൾ എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെന്ന് പറയുന്നു? അമിക്കബിൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. 25ാമത്തത് വൺ ഹു ഈറ്റ്സ് എവറിത്തിങ്. അതിലെ സസ്യഭുക്കെന്നോ അല്ലെങ്കിൽ സസ്യാഹാരമെന്നോ മാംസാഹാരമെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കുന്നു. എന്തും കഴിക്കുന്നതിന് പറയുന്ന പേരാണ് ഓംനിയോറസ്. പഠിച്ചിട്ടുള്ള ബയോളജിയിൽ പഠിച്ചിട്ടുള്ള വാക്കാണ്. സംതിങ് വൺ ഹു ഈറ്റ്സ് എവറിത്തിങ് ഈസ് നോൺ ആസ് ഓംനിയോറസ്. ഓക്കെ, പുതിയ 5 വാക്കുകളെന്ന് പറഞ്ഞ്. സെലിബസി എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫ്. ഓക്കെ, ഇനി ഫിലോളജി എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഇനി അടുത്തത് സംതിങ് റിട്ടൺ ബൈ ഹാൻഡിന് പറയുന്ന പേരാണ് മാനുസ്ക്രിപ്റ്റ്. മാൻ സ്ക്രിപ്റ്റ് കൈകൊണ്ട് എഴുതി, മാനുസ്ക്രിപ്റ്റ്. അമിക്കബിൾ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? ഡൺ ഇൻ ഫ്രണ്ട്ലി മാനർ, എന്തെങ്കിലും ഒരു കാര്യം ഫ്രണ്ട്ലി മാനറിൽ ചെയ്യുന്നു. ഒംനിയോറസ് എന്ന് പറഞ്ഞല്ല ഈറ്റ്സ് എവറിത്തിങ്, എല്ലാം
കഴിക്കുന്ന ആൾ. എന്നാൽ എന്താണ് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലാ വൺ ഹൂ ഈറ്റ്സ് ടൂ മച്ച് ആണെങ്കിലാ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പറഞ്ഞ വൺ വേർഡ് ഏതായിരുന്നു? ഗ്ലൂട്ടൺ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഗ്ലൂട്ടൺ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഗ്ലൂട്ടൺ. ഓക്കെ ആണല്ലോ. അടുത്ത പുതിയ 5 വേർഡ് പഠിക്കാം. അടുത്ത 5 വേർഡ് നോക്കിയേ. വൺ ഹൂ ഓൾ പവർ. നോക്ക്, സർവശക്തൻ, എല്ലാ ശക്തിയുമുള്ള ആൾക്കാർ. നിങ്ങളിങ്ങനെ ഓർക്കണം കേട്ടോ. ഈ പൊട്ടന്മാർക്കൊക്കെ ഭയങ്കര ശക്തിയായിരിക്കും. നിങ്ങൾ കരുമാടിക്കുട്ട സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിലാ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കലാഭവൻ മണിയുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഹാഫിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇടി കൊണ്ടിട്ട് തന്നെ വില്ലന്മാരൊക്കെ തെറിച്ചു പോകുന്നതാണ്. പൊട്ടന്മാർക്ക് ഭയങ്കര ശക്തിയായിരിക്കും. ഓർമ്മയിലിരിക്കുക, വൺ ഹൂ ഈസ് ഓൾ പവർ ഈസ് നോൺ ആസ് ഓംനി പൊട്ടന്റ്. പൊട്ടന് ഭയങ്കര ശക്തിയായിരിക്കും എന്ന് ഓർമ്മയിലിരിക്കുക. അപ്പൊ ഓംനി പൊട്ടന്റ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? വൺ ഹൂ ഈസ് ഓൾ പവർ ഈസ് നോൺ ആസ് ഓംനി പൊട്ടന്റ്. നമ്മൾ സാധാരണ ഈ പവറാണ് കേട്ടോ, റൂളിംഗ് പവറാണ് പറയുന്നത്. ഓംനി പൊട്ടന്റ് ഓർമ്മയിലിരിക്കാനാണ് ഞാൻ എക്സാമ്പിൾ ചെയ്ത് പറയുന്നത്. ഇപ്പൊ ഓംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ഓൾ പവർ, സർവശക്തൻ എന്ന അർത്ഥത്തിലെ ഓംനി പൊട്ടന്റ്. ഇനി അടുത്ത് നോക്കിയേ, വൺ ഹൂ നോസ് എവരിത്തിങ്. എല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? എല്ലാ കാര്യങ്ങളും അറിയാം, നന്നായിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആൾക്കാർക്ക് പറയുന്ന പേര്. കുട്ടികളെ സയന്റിസ്റ്റിനൊക്കെ ഭയങ്കര ബുദ്ധിയായിരിക്കും കേട്ടോ. സയന്റിസ്റ്റിനൊക്കെ ആർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, നല്ല അറിവുള്ള ആൾക്കാരെയാണ് സയന്റിസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മന്ദബുദ്ധിയുള്ള സയന്റിസ്റ്റ് ആയിട്ട് എടുക്കാറില്ല, ഇല്ലേ? നല്ല ബുദ്ധിയായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന പേരാണ് ഓംനി സൈന്റ്. എന്തെന്ന് പറയുന്നു? ഓംനി സൈന്റ്. വൺ ഹൂ നോസ് എവരിത്തിങ് ഈസ് നോൺ ആസ് ഓംനി സൈന്റ്. വൺ ഹൂ നോസ് എവരിത്തിങ് ഈസ് നോൺ ആസ് ഓംനി സൈന്റ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, 2 പുതിയ വാക്ക് പഠിച്ചു. ഓൾ പവർ, വൺ ഹൂ ഹാസ് ഓൾ പവർ ഈസ് നോൺ ആസ് ഓംനി പൊട്ടന്റ്. വൺ ഹൂ നോസ് എവരിത്തിങ് ഈസ് നോൺ ആസ് ഓംനി സൈന്റ്. ഇനി അടുത്ത് നോക്കിയേ, വൺ ഹൂ പ്രസന്റ് എവരിവെയർ. എല്ലായിടത്തും കാണുന്ന ആൾക്കാരെ എന്ത് പറയും? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, ആറാട്ടണ്ണനെ കണ്ടിട്ടുണ്ടല്ലോ കുട്ടികളെ, ആറാട്ടണ്ണൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സിനിമയുടെ റിവ്യൂ എവിടെ പറയുന്നു അവിടെ എല്ലാം കാണും, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ രാഷ്ട്രീയക്കാരെ ഓർത്താൽ മതി. ഇലക്ഷന്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിന്റെ പരിസരത്ത് എപ്പോഴും കാണും, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വൺ ഹൂ പ്രസന്റ് എവരിവെയർ ഈസ് നോൺ ആസ് ഓംനി പ്രസന്റ്. വൺ ഹൂ പ്രസന്റ് എവരിവെയർ ഈസ് നോൺ ആസ് ഓംനി പ്രസന്റ്. എല്ലായിടത്തും കാണുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഓംനി പ്രസന്റ്. ഇപ്പൊ 3 വാക്കൊന്ന് പറഞ്ഞേ. വൺ ഹൂ എന്ത് ചെയ്യുന്നു? വൺ ഹൂ ഈസ് ഓൾ പവർ ഈസ് നോൺ ആസ് ഓംനി പൊട്ടന്റ്. സർവശക്തൻ എന്ന അർത്ഥത്തില് ഓംനി പൊട്ടന്റ്. പൊട്ടന് ഭയങ്കര ശക്തിയാണ്. ഇനി ഓംനി സൈന്റ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്, അല്ലെ? വൺ ഹൂ നോസ് എവരിത്തിങ്. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാലോ വൺ ഹൂ പ്രസന്റ് എവരിവെയർ. അടുത്ത് നോക്കിയേ, വൺ ഹൂ ഈസ് സ്കിൽ ഇൻ ലാംഗ്വേജ്. ഭാഷയിൽ സ്കില്ലുള്ള ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? ഭാഷാ പണ്ഡിതൻ. ഒരു ഭാഷയില് നല്ല അറിവുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് ലിംഗ്വിസ്റ്റ്. എന്തെന്ന് പറയുന്നു? ലിംഗ്വിസ്റ്റ്. ഡീപ് നോളജ് ഇൻ വൺ ലാംഗ്വേജ് ഈസ് നോൺ ആസ് എ ലിംഗ്വിസ്റ്റ്. ഭാഷകളില് നല്ല അറിവുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് ലിംഗ്വിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഭാഷയില് നല്ല അറിവുള്ള ആൾക്കാർ എന്തെന്ന് പറയാം? ലിംഗ്വിസ്റ്റ് എന്ന് പറയാം. അടുത്താണെങ്കിലാ വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്. നമ്മളെ ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് കിടക്കുന്ന അസുഖത്തിന് പറയുന്ന പേര്, അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് പറയുന്ന പേര്, അത്തരത്തിലുള്ള ആൾക്കാർക്ക് പറയുന്ന പേര്. അപ്പൊ നോക്കുക, വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ് ഈസ് നോൺ ആസ് എ സോമനാംബുലിസ്റ്റ്. എന്തെന്ന് പറയുന്നു? സോമനാംബുലിസ്റ്റ്, അല്ലേ? ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് കിടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സോമനാംബുലിസ്റ്റ്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെങ്കിലോ സോമനാംബുലിസം. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് സോമനാംബുലിസം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു പുതിയ 5 വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ വാക്ക് ഏതാണ്? പവർഫുൾ പീപ്പിളിന് അറിയപ്പെടുന്ന പേര് ഓംനി പൊട്ടന്റ്. നോസ് എവരിത്തിങ് ആണെങ്കിൽ ഓംനി സൈന്റ്. സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്. ഇനി പ്രസന്റ് എവരിവെയർ ആണെങ്കിലാ ഓംനി പ്രസന്റ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാലോ സ്കിൽ ഇൻ ലാംഗ്വേജ്. സ്ലീപ്പ് അല്ലെങ്കിൽ വാക്സ് ഇൻ സ്ലീപ്പ് ആണെങ്കിൽ പറയുന്ന പേര് സോമനാംബുലിസ്റ്റ്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് സ്റ്റേറ്റ് ഓഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് വാക്ക് ഇൻ സ്ലീപ്പ് ഈസ് നോൺ ആസ് സോമനാംബുലിസം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അടുത്ത് നോക്കിയേ, വൺ ഹൂ ഈസ് നോട്ട് ആൽക്കഹോളിക്. ഇപ്പൊ ചില ആൾക്കാരുണ്ട് അധികം മദ്യപാനം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? എന്തെന്ന് പറയുന്നു? ടീറ്റോ ടെലർ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നു? ടീറ്റോ ടെലർ എന്നാണ് പറയുന്നത്, അല്ലേ? വൺ ഹൂ ഈസ് നോട്ട് ആൽക്കഹോളിക്. മദ്യം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, വേണ്ടാത്ത ആൾക്കാർക്ക് പറയുന്ന പേര് ടീറ്റോ ടെല്ലർ. ഓക്കെ. എന്നാലേ മദ്യം ഫുള്ളി ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? എപ്പോഴും മദ്യം കഴിക്കണം അല്ലെങ്കിൽ മദ്യപാനം അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്ന പേര് ഡ്രങ്കാർഡ് എന്നാണ് കേട്ടോ. എന്തെന്നാണ് പറയുന്നത്? ഡ്രങ്കാർഡ്. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, നമുക്കറിയാം. ഡ്രങ്കാർഡ് കുടിയൻ എന്നാണ് പറയുന്നത് കേട്ടോ.
വൺ ഹൂ ഈസ് ഫുള്ളി ആൽക്കഹോളിക് ഈസ് നോൺ ആസ് ഡ്രങ്കാർഡ്, നോട്ട് ആൽക്കഹോളിക് ഈസ് നോൺ ആസ് ടീറ്റോറ്റലർ എന്ന് പറയുന്നു അല്ലേ. മദ്യവിരോധിക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ടീറ്റോറ്റലർ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത വാക്ക് നോക്കിയേ, വൺ ഹൂ തിങ്ക് പോസിറ്റീവ്ലി. അപ്പൊ നോക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? തിങ്ക് പോസിറ്റീവ് ഉണ്ട്, തിങ്ക് നെഗറ്റീവ് ഉണ്ട്. നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ചില ആൾക്കാർ എന്ത് കാര്യത്തിനും പോസിറ്റീവ് ആസ്പെക്റ്റിൽ കാര്യങ്ങൾ കാണുന്ന ആൾക്കാരുണ്ട്, എല്ലാത്തിനും ഒരു നെഗറ്റീവ് രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമ്മൾ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിൽ പാഷാണം ഷാജിയുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു ഗോവയ്ക്ക് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ഗോവയിൽ പോയ ആൾക്കാർ വീണ് എല്ലാവരും മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. എല്ലാത്തിനും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തിങ്ക് പോസിറ്റീവിന് പറയുന്ന പേരാണ് ഓപ്റ്റിമിസ്റ്റ്. തിങ്ക് പോസിറ്റീവിന് പറയുന്ന പേര് ഓപ്റ്റിമിസ്റ്റ്. എന്ത് ചെയ്യും? ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാർ. എന്നാൽ തിങ്ക് നെഗറ്റീവ് ആണെങ്കിൽ അപ്പാഷാൺ ഷാജിയെ പോലെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് പെസിമിസ്റ്റ്. എന്തെന്ന് പറയുന്നു? പെസിമിസ്റ്റ്. തിങ്ക് നെഗറ്റീവിലെ പെസിമിസ്റ്റ്. അപ്പൊ 3 വാക്കുകളെന്ന് പറഞ്ഞേ. ടീറ്റോറ്റലർ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു. ടീറ്റോറ്റലർ മീൻസ് വൺ ഹൂ നോട്ട് ആൽക്കഹോളിക്. വൺ ഹൂ നോട്ട് ആൽക്കഹോളിക് ഈസ് നോൺ ആസ് ടീറ്റോറ്റലർ. എന്നാൽ ഫുള്ളി ആൽക്കഹോളിക് ആണെങ്കിൽ അതിന് പറഞ്ഞ പേരെന്താണെന്ന് പറഞ്ഞു തന്നു. ഡ്രങ്കാർഡ് എന്ന് പറഞ്ഞു അല്ലേ. തിങ്ക് പോസിറ്റീവ് ആണെങ്കിൽ ഓപ്റ്റിമിസ്റ്റ്, തിങ്ക് നെഗറ്റീവ് പെസിമിസ്റ്റ്. ക്ലിയർ ആണല്ലോ. അടുത്ത വാക്ക് നോക്കിയേ. മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ. സാധാരണ പിടിച്ച പാവപ്പിടിച്ച ആൾക്കാരെ, ധാരാളം ആൾക്കാരെ കൊല്ലുന്നതിന് പറയുന്ന പേരെന്താണ്? നിങ്ങൾ വാഗൺ ട്രാജഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വാഗൺ ട്രാജഡി, അതിനകത്ത് ധാരാളം ആൾക്കാരെ ഗുഡ്സ് ട്രെയിനകത്ത് നിറച്ചുകൊണ്ട് പോയിട്ട് കൊന്നു അല്ലേ. അപ്പം ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടിച്ചു കൊന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള മാസമായിട്ട് ധാരാളം പാവപ്പെട്ട ഇന്നസെന്റ് പീപ്പിൾസിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഹോളോകാസ്റ്റ്. എന്തെന്ന് പറയുന്നു? ഹോളോകാസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ ഈസ് നോൺ ആസ് ഹോളോകാസ്റ്റ്. അടുത്ത് നോക്കിയേ, ലവ് ഫോർ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിനോട് കാണിക്കുന്ന സ്നേഹത്തിന് പറയുന്ന പേര്, രാജ്യസ്നേഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പാട്രിയോട്ടിസം. എന്തെന്ന് പറയുന്നു കുട്ടികളെ? പാട്രിയോട്ടിസം. അപ്പൊ രാജ്യസ്നേഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പാട്രിയോട്ടിസം. ലവ് ഫോർ വൺസ് കൺട്രി ഈസ് നോൺ ആസ് പാട്രിയോട്ടിസം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ടീറ്റോറ്റലർ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു. വൺ ഹൂ ഈസ് നോട്ട് ആൽക്കഹോളിക് ഈസ് നോൺ ആസ് ടീറ്റോറ്റലർ. ഇനി ഓപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഓപ്റ്റിമിസ്റ്റ് തിങ്ക് പോസിറ്റീവ്ലി, പെസിമിസ്റ്റ് തിങ്ക് നെഗറ്റീവ്ലി. ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാലോ മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിള്. ധാരാളം നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ കൊന്നു തള്ളുന്നതിന് പറയുന്ന പേരാണ് ഹോളോകാസ്റ്റ് അല്ലേ. ഇനി ലവ് ഫോർ അവർ കൺട്രീസ് നോൺ ആസ് പാട്രിയോട്ടിസം. നമ്മുടെ രാജ്യത്തിനോട് കാണിക്കുന്ന സ്നേഹത്തിന് പറയുന്ന പേരാണ് പാട്രിയോട്ടിസം. അടുത്ത നോക്കിയേ, അടുത്ത 5 വാക്കുകൾ. വൺ ഹൂ വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇപ്പൊ നാട് തണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ് അല്ലേ. ഒരു രാജ്യം അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് യാത്ര ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വാഗാബോണ്ട്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? വാഗാബോണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യുന്നൂടെ? ട്രാവൽ ഫ്രം പ്ലേസ് ടു. വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വാഗാബോണ്ട്. വൺ ഹൂ ട്രാവൽസ് അല്ലെങ്കിൽ വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഈസ് നോൺ ആസ് വാഗാബോണ്ട്. മറക്കൂലല്ലോ, വാഗാബോണ്ട്. വാഗബണിലേക്ക് യാത്ര പോയെന്ന് ഓർത്താലും മതി കേട്ടോ. ഇത് ചെയ്യുന്നൂടെ വാഗാബോണ്ട്, മറക്കരുതേ. അടുത്ത് നോക്കിയേ, വൺ ഹൂ തിങ്ക് സെൽഫിഷ്ലി. സ്വാർത്ഥ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? എന്ത് ചെയ്യുന്നൂടെ? അവനവന്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഈഗോയിസ്റ്റ്. എന്തെന്ന് പറയുന്നു? ഈഗോയിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. തിങ്ക് സെൽഫിഷ്ലി ഈസ് നോൺ ആസ് ഈഗോയിസ്റ്റ്. എന്ത് ചെയ്യും? അപ്പൊ സ്വാർത്ഥ മനോഭാവമുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഈഗോയിസ്റ്റ്. ഇപ്പൊ പുതിയ 2 വാക്കുകൾ പഠിച്ചു. എന്താണ് വാഗാബോണ്ട് എന്ന് പറഞ്ഞു? വാഗാബോണ്ട് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ട്രാവൽ ഫ്രം അല്ലെങ്കിൽ വാണ്ടേഴ്സ് ഫ്രം. വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നാണ്. വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഈസ് നോൺ ആസ് വാഗാബോണ്ട്. വൺ ഹൂ തിങ്ക് സെൽഫിഷ്ലി നോൺ ആസ് ഈഗോയിസ്റ്റ്. അടുത്ത് നോക്കിയേ, എ സ്പീച്ച് ദാറ്റ് യു മേക്ക് ടു യുവർ സെൽഫ് വെൻ യു ആർ എലോൺ. കുട്ടികളെ, ഈ വയസ്സായൊക്കെ എന്ത് ചെയ്യും? നമ്മളെ വീട്ടിൽ അമ്മുമ്മയും അപ്പൂപ്പനൊക്കെ വയസ്സായി വരുമ്പോഴത്തേക്കും ഓർമ്മയ്ക്കൊക്കെ കുറവ് വന്നു തുടങ്ങുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യാറുണ്ട്? അവർ തന്നെ ഇരുന്ന് സംസാരിക്കാറുണ്ട് അല്ലേ. അവർ തന്നെ സംസാരിക്കാറുണ്ട്. നമ്മളും ചിലപ്പോഴൊക്കെ നടത്താറുണ്ട് കേട്ടോ. നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്. അവർ തന്നെ സംസാരിക്കുകയും അവരതിന് മറുപടി പറയുകയും
എന്ത് ചെയ്യും, സ്വയം ആരും കേൾക്കാനൊന്നും കാണില്ല, സ്വന്തമായിട്ട് നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നതിന് പറയുന്ന പേര്. സ്പീക്ക് അവർ സെൽഫ്, വൺ വേർഡ് ഇങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ, അത്രയും വലിയ സെന്റൻസ് ഒന്നും ആക്കണ്ട. സ്പീക്ക് അവർ സെൽഫ് ഈസ് നോൺ എസ് സോളിലോക്കി. അതിന് പറയുന്ന പേരാണ് സോളിലോക്കി, ആത്മകഥം പറയുക, സോളിലോക്കി. പറഞ്ഞു നോക്കിയേ, എ സ്പീച്ച് ദാറ്റ് യു മേക്ക് ടു യുവർ സെൽഫ് വെൻ യു ആർ എലോൺ. നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് സോളിലോക്കി. പറഞ്ഞേ, സോളിലോക്കി. എന്നാലേ ഞാൻ ഈ സംസാരിക്കുന്നു, ഇപ്പൊ നമ്മൾ ഈ നടത്തുന്ന കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ഞാൻ സംസാരിക്കുന്നു, എനിക്ക് മുന്നിൽ ആരുമില്ല, എനിക്ക് മുന്നിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നു, അവർ മിണ്ടാതെ കേട്ടിരിക്കുന്നു, കേൾക്കാൻ ഒരാളുണ്ട്. ഇതിനിവിടെ സോളിലോക്കിക്ക് കേൾക്കാൻ ആളില്ല, എന്നാൽ ഇവിടെ കേൾക്കാൻ ആളുണ്ട്, ഒരു സ്പീക്കർ മാത്രം നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ആരും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നു. ഇതിന് പറയുന്ന പേരെന്താണ് പിള്ളേരെ? സ്പീക്ക് ടു സംബഡി. സ്പീക്ക് ടു സംബഡി വിത്തൗട്ട് എനി ഇന്ററാക്ഷൻ. ഒരു ഇന്ററാക്ഷനും ഇല്ലാണ്ട് ആരോടെങ്കിലും സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് മോണോലോഗ് എന്ന് പറയും കേട്ടോ. എന്തെന്ന് പറയും? മോണോലോഗ്. അതിനകത്തില്ല, മോണോലോഗ് എന്നാണ് പറയുന്നത് കേട്ടോ. സ്പീക്ക് ടു സംബഡി വിത്തൗട്ട് എനി ഇന്ററാക്ഷൻ ഈസ് നോൺ എസ് മോണോലോഗ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, വീട്ടിലെ വയസ്സായ അമ്മുമ്മ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇല്ലേ? പൊടിക്കോ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾ വായും തുറന്ന് അമ്മുമ്മേരെ കഥയും കേട്ടിട്ടുണ്ടല്ലോ. അതിന് പറയുന്ന പേരാണ് മോണോലോഗ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോലോഗ് ആൻഡ് സോളിലോക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോളിലോക്കിയിൽ കേൾക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ആരുമില്ല, സ്വന്തമായിട്ട് നമ്മളോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു. മോണോലോഗിൽ കേൾക്കാൻ ആളുണ്ട്, പക്ഷെ ഇന്ററാക്ഷൻ ഇല്ലാണ്ട് സംസാരിക്കുന്നു ഇല്ലേ? അപ്പൊ പറഞ്ഞു നോക്കിയേ, സോളിലോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക് അവർ സെൽഫ് ഈസ് നോൺ എസ് സോളിലോക്കി. അടുത്ത് നോക്കിയേ, അടുത്ത് നമ്മൾ പറയുന്നത് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ച് നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേരാണ് ഫോർകാസ്റ്റ്. എന്തെന്ന് പറയുന്നു? നമ്മൾ പറയില്ലേ കുട്ടികളെ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കുക, പൃഥ്വിരാജ്. അദ്ദേഹം ഒരു 10-12 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്തായിരിക്കും അദ്ദേഹം 2020 ശേഷം അദ്ദേഹം ആരായിരിക്കും, എന്തായിരിക്കും എന്ന് പണ്ട് ഒരു 15 വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ, അല്ലെങ്കിൽ 10-15 കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ആരോ ചോദിച്ചപ്പം അദ്ദേഹം അന്ന് ചെറുപ്പക്കാരനാണ്, വളരെ ചെറുതാണ്. എന്ത് ചെയ്യുന്നൂടെ, അദ്ദേഹം 10-25 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ 10-28 വയസ്സിനകത്താണ് അദ്ദേഹം, അല്ലെങ്കിൽ 10-25 വയസ്സിനകത്ത് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നത്. എന്തെന്ന് പറയുന്നു? ഞാൻ 2020 കഴിയുമ്പം ഏറ്റവും നല്ലൊരു പ്രൊഡ്യൂസർ ആയിരിക്കും, ഏറ്റവും നല്ലൊരു ഡയറക്ടർ ആവും, ഏറ്റവും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും, ഒരു പാൻ ഇന്ത്യൻ നടനായിരിക്കും. ഇതെല്ലാം ആയില്ലേ കുട്ടികളെ? അപ്പോൾ ഇതാണ് ഫോർകാസ്റ്റ്. നമ്മളും നടത്താറുണ്ട്, ഫോർകാസ്റ്റ് നടത്താറുണ്ട്. എന്ത് ചെയ്യും? ഞാൻ 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അതായിരിക്കും, ഇതായിരിക്കും, അതായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഏതായിരിക്കും? ഇപ്പോഴിരിക്കും പോലെ തന്നെ ആയിരിക്കും. അദ്ദേഹം അതിനൊരു മറുപടിയും കൂടെ ഇപ്പം ചോദിക്കുന്നതിന്, പലരും ചോദിക്കുന്നതിന് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു? ഞാൻ അന്നത് പറഞ്ഞു, എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റിയത്. നമ്മളത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും പിള്ളേരെ? ഞാൻ എന്ത് ചെയ്യും, 5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന തസ്തികയിൽ ജോലി വാങ്ങും, ഞാൻ LD ക്ലർക്ക് ആവും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നൂടെ SI ആവും, ഞാൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവും, ഞാൻ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥയാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും പിള്ളേരെ? ഞാൻ അടുത്ത കൊല്ലത്തെ ഈ ടെസ്റ്റ് എനിക്കുള്ളത് തന്നെ എന്ന് നമ്മൾ പറഞ്ഞിട്ട് പുറത്തപ്പം മൂടി കിടന്ന് ഉറങ്ങും ഇല്ലേ? അത് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്തുന്നത്, സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്യൂച്ചർ ഈസ് നോൺ എസ് ഫോർകാസ്റ്റ്. മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിക്കുന്നതിന് പറയുന്ന പേരാണ് ഫോർകാസ്റ്റ്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിന് പറയുന്ന പേര് ഫോർകാസ്റ്റ്. മറക്കൂലല്ലോ. 4 വേർഡ് പുതിയതായിട്ട് പഠിച്ചു. ഏതൊക്കെയാണ്? വാഗാബോണ്ട് എന്ന് പറഞ്ഞാൽ വാഗമണിലേക്ക് യാത്ര പോയി, ട്രാവൽ ഫ്രം പ്ലേസ് ടു പ്ലേസ്, അല്ലെങ്കിൽ വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ, സെൽഫിഷ് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. തിങ്ക് സെൽഫിഷിലി, ഈഗോയിസ്റ്റ്. സോളിലോക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? കിളിപോയി അമ്മൂമ്മയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. സോളിലോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പീക്ക് അവർ സെൽഫ് ഈസ് നോൺ എ സോളിലോക്കി. ഇനി ഞാൻ മോണോലോഗ് എന്താണെന്ന് പറഞ്ഞു തന്നു, കാണിച്ചില്ലാത്തില്ല. മോണോലോഗ് എന്താണെന്ന് പറഞ്ഞു? ഒരാൾ സംസാരിക്കുന്നു, മറ്റുള്ളവർ കേട്ടിരിക്കുന്നു, അതിന് പറയുന്ന പേര് മോണോലോഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? ഫ്യൂച്ചർ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേരാണ് ഫോർകാസ്റ്റ്. ലാസ്റ്റ് അടുത്ത് നോക്കിയേ, എ പേഴ്സൺ വിത്ത് എ സ്ട്രേഞ്ച് ഐഡിയ. കുട്ടികളെ, നമ്മളെല്ലാം ഒരു നോർമൽ ഐഡിയ പോകും. ഇത് ചെയ്യുന്നുണ്ട്. ഒരു 90% ആൾക്കാരും ഒരു നോർമൽ ബുദ്ധി, ഭയങ്കര ബുദ്ധിയായിരിക്കില്ല, എന്നാൽ ബുദ്ധിയിൽ അങ്ങ് താഴ്ന്നും പോകില്ല. ഈ 2 കാറ്റഗറി, ഇതിൻ്റെ ഒരു മീഡിയത്തിലാണ് നമ്മളെല്ലാവരും പോകുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും നോർമൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊന്നും കൂടിപ്പോകാനും പാടില്ല, ഒന്നും കുറഞ്ഞു പോകാനും പാടില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ ഭയങ്കര കൂടിപ്പോയി കഴിഞ്ഞാൽ അവനെ ക്രാക്കാണെന്ന് പറയും. അവൻ എന്തോ ക്രാക്കാണ്, അവൻ പറയണതൊന്നും തിരിയണില്ല, കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ബുദ്ധി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ മന്ദബുദ്ധി എന്ന് വിളിക്കാറുണ്ട് അല്ലേ?
അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ നിന്നാലേ അങ്ങുമല്ല ഇങ്ങുമല്ല നിന്നാലേ നോർമലി നമ്മൾ പോകുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെയായിരിക്കണം. ഇത് ചെയ്യുന്നോടെ എല്ലാ കാര്യത്തിലും അങ്ങനെയായിരിക്കണം. ഓക്കെ, നോക്കിയിരുന്നോണം. അപ്പോൾ നമ്മളിൽ നിന്ന് സ്ട്രെയിഞ്ച് ഐഡിയ ഉള്ള ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ, കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ക്രാക്കൻ എന്ന് പറയാറുണ്ട്. നമ്മൾ നാട്ടിൻ പ്രയോഗത്തിൽ അല്ലെങ്കിൽ നാട്ടിൻ പ്രദേശത്തിലൊക്കെ അവന് ക്രാക്കാണെന്നൊക്കെ പറയാറുണ്ട്, പ്രാന്തെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ. ക്രാങ്ക് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുമ്പോൾ അതിന് പറയുന്ന പേര് ക്രാങ്ക്. അതിൽ നിന്ന് പഠിക്കുക, ക്രാക്കനാണ്, ക്രാങ്കാണ്, ക്രാങ്ക് അല്ലേ. അപ്പോൾ എ പേഴ്സൺ വിത്ത് സ്ട്രെയിഞ്ച് ഐഡിയ ഈസ് നോൺ എസ് ക്രാങ്ക്. നിങ്ങൾ ഓർത്തോണു നോക്കിയാണ് ഈ ആറാട്ടാണെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് ഇത് ചെയ്യുന്നൂടെ എഡ്യൂക്കേഷൻ ബേസിൽ അദ്ദേഹം വളരെ ക്വാളിഫൈഡ് ആണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ സമൂഹം കാണുന്നത് എന്ത് ചെയ്യുന്നു, ഒരു ക്രാക്കൻ എന്ന രീതിയിലാണ്. എല്ലാവരും അടിക്കാനും ചവിട്ടാനും തൊഴിക്കാനും നടക്കുന്നു. അദ്ദേഹം സ്ട്രെയിഞ്ച് ഐഡിയാസ് ആണ്, എല്ലാ കാര്യത്തിലും സ്ട്രെയിഞ്ച് ഐഡിയാസ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ക്രാക്കൻ എന്ന് വിളിക്കുന്നു ഇല്ലേ. നല്ല നോളജ് ഉള്ള വ്യക്തിയാണ്. സ്ട്രെയിഞ്ച് ഐഡിയാസ് ഉള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് ക്രാങ്ക്. എന്തെന്ന് പറയുന്ന കുട്ടികളെ, ക്രാങ്ക്. സന്തോഷ് പണ്ഡിറ്റ്, നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ആണെങ്കിലും നോർമലി ആർക്കും ഇല്ല. അദ്ദേഹം പല ഡിപ്പാർട്ട്മെൻറ്റും അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നല്ല സ്ട്രെയിഞ്ച് ഐഡിയ ഉള്ള വ്യക്തിയാണ് അല്ലേ. അദ്ദേഹത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ചിരിക്കാനുള്ള വകയായിട്ട് ക്രാങ്ക് എന്ന് പറയുന്നു. അപ്പം നോർമലി നടക്കുന്ന ആൾക്കാർ അങ്ങനെ വിളിക്കില്ല. പറഞ്ഞോണം, സ്ട്രെയിഞ്ച് ഐഡിയ ഉള്ള ആൾക്കാർക്ക് പറയുന്ന പേര് ക്രാങ്ക്. എന്തെന്ന് പറയുന്നു കുട്ടികളെ, ക്രാങ്ക്. മറക്കൂലല്ലോ. അപ്പം 5 വേർഡ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ക്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ വിത്ത് സ്ട്രെയിഞ്ച് ഐഡിയ. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാലോ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്യൂച്ചർ. ഇനി അത് സോളിലോക്കി എന്ന് പറഞ്ഞാലോ സ്പീക്ക് അവർ സെൽഫ്. ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാലോ തിങ്ക് എന്തെന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫിഷ്ലി. വാഗാബോണ്ട് എന്ന് പറഞ്ഞാലോ വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. 40 വൺ വേർഡ് ആണ് പഠിച്ചത്. വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. എന്നോടൊപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നൂടെ, നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ വൺ വേർഡ് അത്രയും നിങ്ങളെ മനസ്സിലിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, വൺ ഹു ഈറ്റ്സ് എന്ത് ചെയ്യുന്നു, ഫ്ലഷ്. മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? മാംസഭുക്ക്, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തെന്ന് പറയുന്നു, കാർണിയോറസ്. എന്തെന്ന് പറയുന്നു കുട്ടികളെ, കാർണിയോറസ് എന്ന് പറയുന്നു അല്ലേ. അപ്പം മാംസം മാത്രം ഭക്ഷിക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് പറയുന്ന പേരാണ് കാർണിയോറസ്. അറിയാന്നുള്ളതാണ്. എന്നാലേ വൺ ഹു ഈറ്റ്സ് വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നതിന് പറയുന്ന പേരേതാണ് കുട്ടികളെ, ഹെർബിയോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്ന് പറയും. എന്തെന്ന് പറയും, ഹെർബിയോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്നാണ് പറയുന്നത്. വൺ ഹു ഈറ്റ്സ് വെജിറ്റബിൾസ് ഈസ് നോൺ എസ് ഹെർബിയോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്ന് പറയും. ഒംനിയോറസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒംനിയോറസ് എന്താണെന്ന് പറഞ്ഞു, എന്തും കഴിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് ഒംനിയോറസ്. എന്നാൽ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് എന്തെന്ന് പറഞ്ഞു വളരെ, മറ്റേ തീറ്ററപ്പായിരെ കഥയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ ഏതായിരുന്നു, ഗ്ലൂട്ടൺ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നു, ഗ്ലൂട്ടൺ എന്ന് പറയുന്നു. ഗ്ലൂട്ടൺ അല്ലേ. ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേരെന്താണ്? എന്നോടൊപ്പം പറഞ്ഞേ, ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേരെന്താണ് പിള്ളേരെ? എന്തെന്ന് പറയുന്നു, മോണോഗമി. 2 ഭാര്യ ഉണ്ടെങ്കിലാ ബൈഗമി. 2ൽ കൂടുതൽ ഭാര്യമാരാണെങ്കിലാ കുട്ടികളെ എന്തെന്ന് പറയാം, പോളിഗമി എന്ന് പറയും അല്ലേ. ഒരേ വർഗത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ മാരേജ് വിത്ത് വൺസ് ട്രൈബ് ആണെങ്കിലോ കുട്ടികളെ എൻഡോഗമി. എന്നാൽ പുറത്തുനിന്നാണെങ്കിലോ മറ്റു വർഗ്ഗങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചാലോ എക്സോഗമി എന്ന് പറയും. എന്തെന്ന് പറയുന്നു, എക്സോഗമി. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ 2 പുതിയ വേർഡ് ഏതാണ്ടായി, കാർണിയോറസും ഹെർബിയോറസും. കാർണിയോറസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, വൺ ഹു ഈറ്റ്സ് ഫ്ലഷ്. ഫ്ലഷ് മാത്രം തിന്നുന്നതിന് പറയുന്ന പേര് കാർണിയോറസ്. ഇനി എന്ത് ചെയ്യുന്നു, വൺ ഹു ഈറ്റ്സ് എന്തെന്ന് പറഞ്ഞു, വെജിറ്റബിൾസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹെർബിയോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ എന്നും പറയും കേട്ടോ. ഹെർബിയോറസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ. ഹെർബിയോറസ് ആണ് കോമൺ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, വൺ ഹു ഹേറ്റ് മാരേജ്. കല്യാണമേ വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് മിസോഗാമിസ്റ്റ്. എന്തെന്ന് പറയുന്ന കുട്ടികളെ, മിസോഗാമിസ്റ്റ്. കല്യാണം ഇഷ്ടമില്ല, കല്യാണം കഴിക്കാനേ ഇഷ്ടമില്ല, കല്യാണം ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് മിസോഗാമിസ്റ്റ്. എത്ര തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? മിസോഗാമിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് പറയുന്ന പേര് മിസോഗാമിസ്റ്റ്. എന്നാൽ സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേരെന്താണ് പിള്ളേരെ? മിസോഗൈനിസ്റ്റ്. മാറിപ്പോരുത്. എഗൈൻസ്റ്റ്, സ്ത്രീകൾക്കെതിരാണെങ്കിൽ മിസോഗൈനിസ്റ്റ്. സ്ത്രീകളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് മിസോഗാമിസ്റ്റ്. എന്നാൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെറുക്കുന്നു, കല്യാണം വെറുക്കുന്നു, ഹേറ്റ് മാരേജ് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ബ്രഹ്മചര്യ ജീവിതത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഏതാണ് കുട്ടികളെ? എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫിന് പറയുന്ന പേര് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും, കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് സെലിബസി. അതിന് പറയുന്ന പേര് സെലിബസി. മാറിപ്പോരുത്. സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ സെലിബസി, ഹെയ്റ്റ് മാരേജ് ചോദിച്ചു കഴിഞ്ഞാൽ മിസോഗാമിസ്റ്റ്, പിന്നെ ഹെയ്റ്റ് വുമൺ ചോദിച്ചു കഴിഞ്ഞാൽ മിസോഗൈനിസ്റ്റ്. പറഞ്ഞോണം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, എ പേഴ്സൺ ഹു ഹാസ് ഹാഡ് ലോങ് എക്സ്പീരിയൻസ് ഇൻ പെർട്ടിക്കുലർ ഫീൽഡ്. ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ
നല്ല കഴിവുള്ള ആൾക്കാരെ പറയുന്ന പേരെന്താണ്? ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്രിക്കറ്റ് കളിയിൽ നിന്നൊക്കെ വിരമിച്ച ആൾക്കാരെയൊക്കെ ആ പേര് വിളിക്കാറുണ്ട് അല്ലേ? അവരുടെ കളി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയൊക്കെ പിന്നീട് വയ്ക്കാറുമുണ്ട്. അതിന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ആ പേരിന് പറയുന്ന പേരാണ് വെറ്ററൻ. എന്താന്ന് പറയുന്ന കൂട്ടിലെ വെറ്ററൻ താരങ്ങളുടെ ക്രിക്കറ്റ് കളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. MS ധോണി ഈസ് നോൺ എസ് എ വെറ്ററൻ പേഴ്സൺ. അതായത് സാധാരണ പ്രൊഫഷനിൽ നിന്ന് വിരമിച്ചിട്ട് അതിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെറ്ററൻ എന്ന് പറയുന്നത് കേട്ടോ. എന്തെന്ന് പറയുന്നു? വെറ്ററൻ താരങ്ങൾ എന്ന് പറയുന്നത് വെറ്ററൻ. ഓക്കെ, എ പേഴ്സൺ ഹൂ ഹാസ് ഹാഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഒന്നാണ് എനിക്കറിയില്ല, ഒരു സെന്റൻസ് ആണ്. ഹാസ് ഹാഡ് കണ്ടാ കുട്ടികളെ, ഹാസ് ഹാഡ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ എന്താ ഒരു പ്രയോഗമെന്ന്. ഹാസ് അവിടെ ഓക്സിലറി വെർബും ഹാഡ് അവിടെ മെയിൻ വെർബുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. V3 ഫോമിലെ വെർബുമായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എ പേഴ്സൺ ഹൂ ഹാസ് ഹാഡ് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ് ഈസ് നോൺ എസ് വെറ്ററൻ. എന്തെന്ന് പറയുന്നു? വെറ്ററൻ. വെറ്ററൻ താരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ നല്ല കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെറ്ററൻ താരങ്ങൾ എന്ന്, വെറ്ററൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, എ പേഴ്സൺ ഹു ലവ്സ് മാൻകൈൻഡ്. മനുഷ്യത്വം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? മനുഷ്യത്വം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നു. വൺ ഹു ലവ്സ് മാൻകൈൻഡ് ഈസ് നോൺ എസ് ഫിലാൻത്രോപ്പിസ്റ്റ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ 5 വേർഡ്, വളരെ പ്രധാനപ്പെട്ട 5 വേർഡാണ്. കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ്സ് ഫ്ലഷ്, ഈറ്റ്സ് ഓൺലി ഫ്ലഷ് ഈസ് നോൺ എസ് കാർണിവോറസ്. ഹെർബിയോറസ് എന്ന് പറഞ്ഞാലോ ഈറ്റ്സ് വെജിറ്റബിൾ ഒൺലി ഈസ് നോൺ എസ് ഹെർബിയോറസ്. അല്ലെങ്കിൽ മറ്റൊരു പേര് വെജിറ്റേറിയൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്തത് വൺ ഹൂ ഹേറ്റ്സ് മാരേജ്. കല്യാണം വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് മിസോഗാമിസ്റ്റ്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? മിസോഗാമിസ്റ്റ് എന്ന് പറയുന്നു. മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? മിസോഗൈനിസ്റ്റ് എഗെയിൻസ്റ്റ്, ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? സ്ത്രീകൾക്കെതിരെ അല്ലേ? അപ്പൊ വൺ ഹൂ ഹേറ്റ് വുമൺ ഈസ് നോൺ എസ് മിസോഗൈനിസ്റ്റ്. ഇനി എ പേഴ്സൺ ഹൂ ഹാസ് ഹാഡ് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ് ഈസ് നോൺ എസ് വെറ്ററൻ. അടുത്ത നോക്കിയേ, എ പേഴ്സൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ഈസ് നോൺ എസ് ഫിലാൻത്രോപ്പിസ്റ്റ്. മനുഷ്യത്വം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഫിലാൻത്രോപ്പിസ്റ്റ്. അടുത്ത വാക്കുകൾ നോക്കിയേ, 5 വാക്കുകൾ. ദ ലീഡിങ് ക്യാരക്ടർ ഇൻ എ ഡ്രാമ ഓർ ഫിലിം ഓർ എന്ത് ചെയ്യുന്നോടെ നോവൽ. ഇപ്പൊ കഥ, ഷോർട്ട് സ്റ്റോറിയിലെയോ ഡ്രാമയിലെയോ സിനിമയിലെയോ നോവലിലേക്ക് പ്രധാനപ്പെട്ട ലീഡിങ് ക്യാരക്ടറിന് പറയുന്ന പേരെന്താണ്? പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന പേരാണ് പ്രൊട്ടഗോണിസ്റ്റ്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? സെൻട്രൽ ക്യാരക്ടർ ഓഫ് എ ഡ്രാമ അല്ലെങ്കിൽ ഇൻ എ ഡ്രാമ ഓർ ഫിലിം ഓർ നോവല് ഓർ ഷോർട്ട് സ്റ്റോറി എക്സെട്ര. അല്ലെങ്കിൽ പോയത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒക്കെയും പറയുന്ന പേര് പ്രൊട്ടഗോണിസ്റ്റ് എന്നാണ് കേട്ടോ. സെൻട്രൽ ക്യാരക്ടറിന് പറയുന്ന പേരെന്താണ് കുട്ടികളെ? പ്രൊട്ടഗോണിസ്റ്റ് എന്നാണ് കേട്ടോ. ദ ലീഡിങ് ക്യാരക്ടർ ഇൻ എ ഡ്രാമ, ഫിലിം, പോയട്രി, ഷോർട്ട് സ്റ്റോറി എക്സെട്ര. അത്തരത്തിലുള്ള എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് പറയുന്ന വൺ വേർഡ് ആണ് പ്രൊട്ടഗോണിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. പ്രൊട്ടഗോണിസ്റ്റ് മറക്കൂലല്ലോ, പ്രൊട്ടഗോണിസ്റ്റ്. അടുത്ത് നോക്കിയേ, ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ റിച്ച് പീപ്പിൾ. റിച്ച് കാറ്റഗറിയാണ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? പ്ലൂട്ടോക്രസി എന്ന് പറയുന്നു. റിച്ച് പീപ്പിൾ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റുകൾക്ക് പറയുന്ന പേരാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? പ്ലൂട്ടോക്രസി. ഓക്കെ, എ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ റിച്ച് ബൈ ദ റിച്ച് ഈസ് നോൺ എസ് പ്ലൂട്ടോക്രസി. ഇപ്പൊ 2 പുതിയ വേർഡ് പഠിച്ചു. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ ഇൻ റൈറ്റിംഗ്സ് ഓർ ഫിലിം ഓർ മൂവി അല്ലെങ്കിൽ ഫിലിം, ഡ്രാമ എക്സെട്ര ഈസ് നോൺ എസ് പ്രൊട്ടഗോണിസ്റ്റ്. പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ റിച്ച് കാറ്റഗറി, റിച്ച് പീപ്പിൾ ഈസ് നോൺ എസ് പ്ലൂട്ടോക്രസി. ഓക്കെ, അടുത്ത് നോക്കിയേ, വൺ ഹൂ പൊസസസ് മെനി ടാലന്റ്. കഴിവുകളൊക്കെ മറച്ചു പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്താണ്? കഴിവുകൾ മറച്ചു പിടിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെർസറ്റൈൽ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? വെർസറ്റൈൽ എന്ന് പറയുന്നു അല്ലേ? കഴിവുകളുണ്ട്, അത് മറച്ചു പിടിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെർസറ്റൈൽ പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലന്റഡ് പേഴ്സൺസ് ആണ്, പക്ഷെ അവര് പൊസസ് ചെയ്യുന്നു. ടാലന്റ് പൊസസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വെർസറ്റൈൽ. വൺ ഹൂ പൊസസസ് മെനി ടാലന്റ്സ് ഈസ് നോൺ എസ് വെർസറ്റൈൽ. വൺ ഹൂ പൊസസസ് മെനി ടാലന്റ് ഈസ് നോൺ എസ് വെർസറ്റൈൽ. ഓക്കെ, ഇപ്പൊ 3 വാക്കുകൾ പുതിയത് പഠിച്ചു. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? ലീഡിങ് ക്യാരക്ടർ ഇൻ ഡ്രാമ ഓർ ഫിലിം ഓർ നോവൽ ഈസ് നോൺ എസ് ഓർ പോയട്രി, ഷോർട്ട് സ്റ്റോറി എക്സെട്ര എന്തിലേയും ലീഡിങ് ക്യാരക്ടർ നമുക്ക് പറയാം പ്രൊട്ടഗോണിസ്റ്റ്.
ഇനി ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ റിച്ച് പീപ്പിൾ ഈസ് നോൺ ആസ് പ്ലൂട്ടോക്രസി. One who possesses many talents is known as versatile എന്ന് പറയുന്നു. അടുത്ത നോക്കിയേ, അൺമാരീഡ് വുമൺ ഈസ് നോൺ ആസ്, കല്യാണം കഴിക്കാത്ത സ്ത്രീകൾക്ക്, അതായത് കല്യാണം കഴിക്കാത്ത വുമൺസ്, സ്ത്രീകൾക്ക്, കല്യാണപ്രായമായ പെൺകുട്ടികൾക്ക് പറയുന്ന പേരാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു കുട്ടികളെ? സ്പിൻസ്റ്റർ എന്ന് പറയുന്നു. കല്യാണം കഴിക്കാത്ത ബോയ്സിന് പറയുന്ന പേരാണ് ബാച്ചിലർ. സ്പിൻസ്റ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ബാച്ചിലർ കേട്ടോ. അൺമാരീഡ് ബോയ്സ് ഈസ് നോൺ ആസ് ബാച്ചിലർ, അൺമാരീഡ് വുമൺ ഈസ് നോൺ ആസ് സ്പിൻസ്റ്റർ. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് പറയുന്ന, കല്യാണപ്രായമായ പെൺകുട്ടികൾക്ക് പറയുന്ന പേരാണ് സ്പിൻസ്റ്ററും, കല്യാണപ്രായം ആയിട്ടും കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്ക് പറയുന്ന പേര് ബാച്ചിലർ എന്നുമാണ് പറയുന്നത് കേട്ടോ. എന്നാൽ 98 വയസ്സുള്ള കിളവനെ നമ്മൾ ബാച്ചിലർ എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യുന്നോടെ? കല്യാണപ്രായമായിട്ടും കഴിക്കാത്തുള്ളതിനാണ് നമ്മൾ സ്പിൻസ്റ്റർ എന്നും എന്ത് ചെയ്യുന്നോടെ ബാച്ചിലർ എന്നും പറയുന്നത്. അടുത്ത നോക്ക്, വൺ ഹു റിപ്പയർ ഷൂസ്. ഈ ചെരുപ്പ് കുത്തിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര്, ഷൂസ്, ചപ്പൽസ്, ഇതിനൊക്കെ ചെരുപ്പൊക്കെ തുന്നുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് കോബ്ലർ. എന്തെന്ന് പറയുന്നു കുട്ടികളെ? കോബ്ലർ എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പൊ കോബ്ലർ മീൻസ് വൺ ഹു റിപ്പയർ ഷൂസ് ഈസ് നോൺ ആസ് കോബ്ലർ. 50 വൺ വേർഡ്സ് ആണ് നമ്മൾ വളരെ വേഗം പഠിച്ചു തീർത്തത്. 5 ഇപ്പൊ പഠിച്ച ലാസ്റ്റ് പഠിച്ച 5 എന്ന് പറഞ്ഞു നോക്കിയേ. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ ഇൻ ഡ്രാമ ഓർ ഫിലിം. പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാലോ ഗവൺമെന്റ് കൺട്രോൾഡ് ബൈ റിച്ച് പീപ്പിൾ. ഇനി വെർസറ്റൈൽ എന്ന് പറഞ്ഞാലോ വൺ ഹു പൊസസസ് മെനി ടാലൻസ്. സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാലോ, ഇതിനകത്ത് ഞാൻ കുറച്ച് വാക്കുകൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാലോ അൺമാരീഡ് ഗേൾ ആണ് സ്പിൻസ്റ്റർ. അൺമാരീഡ് ബോയ്സ് ആണെങ്കിൽ അതിന് പറയുന്ന പേര് ബാച്ചിലർ. അത് നമ്മൾ അഡീഷണലി പറഞ്ഞതാണ്. വൺ ഹു റിപ്പേഴ്സ് ഷൂസ് ഈസ് നോൺ ആസ് കോബ്ലർ. ക്ലിയർ ആണല്ലോ 50 വേർഡ്സ്. അപ്പോൾ 50 വൺ വേർഡ്സ് ആണ് നമ്മൾ വളരെ വേഗം പഠിച്ചു തീർത്തത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. ആരും എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യുന്നോടെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയിൽ എപ്പോഴും മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത 50 വൺ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. PSCയിലാണെങ്കിലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിലാണെങ്കിലും എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട 50 വൺ വേർഡ്സ് ആണ്. നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത 50 വൺ വേർഡ്സ് ആണ് നമ്മൾ വളരെ വേഗം പഠിച്ചു തീർത്തത്. അതുകൊണ്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കുക. റിലേറ്റഡ് ടു മാരേജ്, കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിന് പറയുന്ന വൺ വേർഡ് ഏതാണ് കുട്ടികളെ? കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ എവിടെ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു? മാട്രിമോണി. അതേപോലെ ഏകദൈവ വിശ്വാസിക്ക് പറയുന്ന പേര് എന്താണെന്ന് പറഞ്ഞു? ദൈവവിശ്വാസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തീസ്റ്റ് ആണെങ്കിൽ, ഏകദൈവ വിശ്വാസി ആണെങ്കിൽ മോണോതിസ്റ്റ്. ഇനി ബഹുദൈവ വിശ്വാസി ആണെങ്കിൽ പോളിതിസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. മതം ഭ്രാന്തായി, റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേരെന്താണ് കുട്ടികളെ? റിലീജിയസ് മാഡ്നെസ്സിന് പറയുന്ന പേരാണ് തിയോമാനിയ എന്ന് പറഞ്ഞു. തിയോമാനിയ അല്ലേ. ഹാവിങ് 1 വൈഫ് ആണെങ്കിൽ അതിന് പറയുന്ന പേര് മോണോഗമി. 2 വൈഫ്സ് ആണെങ്കിൽ പറഞ്ഞു നോക്ക് ബൈഗമി. മോർ ദാൻ 2 വൈഫ്സ് ആണെങ്കിൽ കുട്ടികളെ പോളിഗമി. 1 ലാംഗ്വേജസ് നോൺ ആണെങ്കിൽ മോണോലിംഗ്വൽ. 2 ലാംഗ്വേജസ് ആണെങ്കിൽ ബൈലിംഗ്വൽ. എന്നാൽ മോർ ദാൻ 2 ലാംഗ്വേജസ് ആണെങ്കിൽ കുട്ടികളെ പോളിഗ്ലോട്ട് ഇല്ലേ. സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേര് മിസോഗൈനിസ്റ്റ്. സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേര് മിസോഗൈനിസ്റ്റ്. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ഓംനി പൊട്ടന്റ്, പ്രസന്റ്, ഓംനിസൈന്റ്. വ്യത്യാസം പറ. പൊട്ടന് ഭയങ്കര ശക്തിയാണ്, ഓംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ പീപ്പിള്. ഓംനിസൈന്റ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്, നോസ് എവരിത്തിങ്. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് എവരിവെയർ, എല്ലായിടത്തും കാണുന്നു. വൺ ഹു പ്രസന്റ് എവരിവെയർ. ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? ഈറ്റ്സ് ടു മച്ച് ഈസ് നോൺ ആസ് ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞു. ഈറ്റ്സ് ടു മച്ച് ഈസ് നോൺ ആസ് ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞു. മറക്കൂലല്ലോ, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്, ഓർമ്മയിലിരിക്കുക. ക്രാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാങ്ക് വളരെ പ്രധാനപ്പെട്ട ബുദ്ധി കൂടിയ ആൾക്കാർ. തിങ്ക് ഓവർ തിങ്കിങ് പേഴ്സൺസ് ഈസ് നോൺ ആസ് ക്രാങ്ക് എന്നാണ് പറഞ്ഞത്. തിങ്ക് ഡിഫറൻ്റ്ലി, തിങ്ക് ചെയ്യുന്നൂടെ ഡിഫറെന്റ് വേസ് നോൺ ആസ് ക്രാങ്ക്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് ക്രാങ്ക്. ഓക്കെ. ട്രൈറ്റർ എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? വൺ ഹു ബിട്രേ അവർ ഓൺ കൺട്രി ഈസ് നോൺ ആസ് ട്രൈറ്റർ. ഓക്കെ ആണല്ലോ. ബൈ മീറ്റ് അഗെയിൻ. അപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.